നമസ്കാരം. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച, അതായത് ഗുഡ് ഫ്രൈഡേ. ദുഃഖ വെള്ളിയാഴ്ച ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈ ദിവസം ആഴത്തിലുള്ള ഭക്തിയോടെയും നിരാഹാരത്തോടെയും അനുസ്മരിക്കുന്നു. ഓശാന ഞായർ മുതൽ ഉദ്ധാനം വരെ വൈകാരികമായി കടന്നു പോകുന്ന ഒരാഴ്ചയാണ്. ജെറുസലേം രാജകീയ പ്രവേശനം ജയ്വിളികളാലും ആർപ്പുവിളികളാലും ഓശാന പാടി എതിരേൽക്കപ്പെട്ട ക്രിസ്തു കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നു. സൈന്യത്തിന് കൊമ്പുകളാൽ ജയ് വിളിക്കുന്നു. ഓശാന പാടിയ അതേ ആളുകൾ ഒരാഴ്ച തികയും മുന്നേ അതേ യേശുവിനെ വിചാരണ ചെയ്യുന്നു. പെസഹ തിരുനാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ദിനം, പൗരോഹിത്യം സ്ഥാപിതമായ ദിനം, യേശു തൻ്റെ 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ചതിൻ്റെ ഓർമ്മ ഓരോ ക്രൈസ്തവ ദേവാലയങ്ങളിലും പുരോഹിതർ തങ്ങളുടെ പൗരോഹിത്യ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ചു. ഒരു കച്ച അരയിൽ ചുറ്റി 12 പേരുടെ കാലുകൾ കഴുകി തുടച്ച് ചുംബിക്കുന്ന ഹൃദയസ്പർശിയായ അനുഭവം ആത്മീയ നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ കാണാൻ കഴിയുന്നു. പെസഹ കടന്നുപോകൽ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മോശയെ ഒരുക്കിയതിൻ്റെ അനുസ്മരണമാണ്. ഒപ്പം പുതിയ നിയമത്തിൽ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയും. ഇന്ന് യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ക്രൂശിൽ സഹിച്ച പീഡനങ്ങളും മരണവുമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഗുഡ് ഫ്രൈഡേ എന്ന ഇംഗ്ലീഷ് പദം മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. ഗുഡ് എന്നത് ഇവിടെ പവിത്രം അല്ലെങ്കിൽ ശ്രേഷ്ഠം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യരുടെ പാപങ്ങൾക്കായി യേശു തൻ്റെ ജീവൻ ബലിയർപ്പിച്ച ദിവസം, ആ ദിവസം എന്ന നിലയിൽ ഇത് വിശുദ്ധവും മഹത്തരവുമായ ദിനമായി കണക്കാക്കപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശു ക്രിസ്തുവിനെ റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് വിധിച്ചതിന് ശേഷം ക്രൂശിക്കപ്പെട്ടു. ഗുൽഗഥ, അതായത് കാൽവറി എന്ന സ്ഥലത്ത് ക്രൂശിലേറ്റി. തലയിൽ മുള്ളുകിരീടം ചൂടിച്ചു, കൈകാലുകളിൽ ആണികൾ കുത്തി. എൻ്റെ ദൈവമേ, നീ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന വാക്കുകളോടെ യേശു മരണം വരിച്ചു. ഈ സംഭവങ്ങളെല്ലാം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പ്രതീകമായി കാണുന്നു. ദുഃഖ വെള്ളിയാഴ്ച വിവിധ സഭാവിശ്വാസികൾ വിവിധ രീതികളിലാണ് ആചരിക്കുന്നത്. പലരും ഈ ദിവസം കർശന ഉപവാസം അനുഷ്ഠിക്കുന്നു. ചിലർ മുഴുവൻ ദിവസവും ഭക്ഷണം ഒഴിവാക്കുകയും ചിലർ ലഘുഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യുന്നു. പിന്നെ കുരിശിൻ്റെ വഴി, യേശുവിൻ്റെ പീഡാനുഭവം, അത് ഓർമ്മിപ്പിക്കുന്ന 14 ഘട്ടങ്ങളുള്ള പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി. അതുപോലെ പള്ളികളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടത്തുന്നു. തിരുവെഴുത്ത് വായന, യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രസംഗം, കുരിശുവന്ദനം, ഇതെല്ലാം ദേവാലയങ്ങളിൽ നടത്തുന്നു. ഇത് ഒരാഘോഷമല്ല. അതുകൊണ്ട് തന്നെ സംഗീതം, മറ്റാഘോഷങ്ങൾ എല്ലാം ഒഴിവാക്കി ശാന്തതയോടെയാണ് ശുശ്രൂഷകൾ നടത്തുന്നത്. ലോകമെമ്പാടുമുള്ള ഈ ദിനാചരണം വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതികളിലാണ് ആചരിക്കുന്നത്. കേരളത്തിൽ വലിയ രീതിയിൽ കുരിശിൻ്റെ വഴിയും ദീർഘ സമയ ആരാധനകളും നടത്തുന്നു. ഫിലിപ്പീൻസിലെ ക്രൈസ്തവർ യേശുവിൻ്റെ പീഡനം പ്രത്യക്ഷമായി അവതരിപ്പിക്കുന്നു. അത് യൂറോപ്പിലാണെങ്കിൽ പ്രദക്ഷിണങ്ങളും നാടക ആവിഷ്കാരങ്ങളും നടത്തുന്നു. ദുഃഖ വെള്ളിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രധാന പാഠങ്ങളാണ്: ത്യാഗം, ക്ഷമ, സ്നേഹം, വിനയം. മറ്റുള്ളവർക്കായി ജീവൻ പോലും നൽകിയ യേശുവിൻ്റെ മാതൃകയാണ് ക്ഷമ. പിതാവേ, ഇവരെ ക്ഷമിക്കണമേ എന്ന ആ പ്രാർത്ഥന. സ്നേഹം, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹം. വിനയം, അധികാരമുള്ളവനായിരുന്നിട്ടും വിനയത്തോടെ സഹിച്ച പീഡനം. ദുഃഖ വെള്ളിയാഴ്ച ഒരു ദുഃഖത്തിൻ്റെ ദിനമായിരുന്നാലും അതിനുശേഷം വരുന്ന ഈസ്റ്റർ ഞായർ പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച ദുഃഖത്തിൻ്റെയും പ്രത്യാശയുടെയും സംയോജനമായി കാണപ്പെടുന്നു. ദുഃഖ വെള്ളിയാഴ്ച ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലി, അത് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരമാവധി പ്രകടനമാണ്.
ഈ ദിവസം വിശ്വാസികളെ ആത്മശോധനയിലേക്കും വിനയത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്നു.